ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഒരേപോലെ ചാർജ് ചെയ്ത രണ്ട് പ്ലേറ്റുകളാണ് തന്നിരിക്കുക. ഇവയ്ക്കിടയ്ക്കുള്ള ഫീൽഡ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡിലെ എല്ലാ പോയിൻറ്റുകളിലും ഫീൽഡിൻ്റെ സ്ട്രെങ്ത് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു +Q ചാർജ് ഇരുന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇതിന്മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? അതിനുള്ള ഇക്വേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ക്യാപിറ്റൽ E ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, യൂണിറ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് Q ചാർജുള്ള ഒരു പാർട്ടിക്കിള് ഈ ഫീൽഡിൽ ഒരു പോയിന്റിൽ ഇരിക്കുമ്പോഴുള്ള ഫോഴ്സ് F ആണെങ്കിൽ 1 കുളം ചാർജുള്ള, അതായത് യൂണിറ്റ് ചാർജുള്ള ഒരു പാർട്ടിക്കിള് ഈ ഫീൽഡിലിരിക്കുമ്പോഴുള്ള ഫോഴ്സ് F/Q ആണ്. അപ്പോൾ യൂണിറ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, അതായത് ഇവിടുത്തെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി E എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ Q ചാർജ് ഇരിക്കുമ്പോൾ ഈ Q ചാർജിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? അത് കിട്ടാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Then we will get the equation F is equal to E into Q. This equation is very important. So this is the equation for the force on a charged particle placed in an electric field of intensity capital E. That is the equation. It is F equal to E into Q. Now what is the direction of this force? ഇവിടെ നമ്മുടെ ചാർജിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ ഈ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കാണ്. ഇപ്പോൾ പോസിറ്റീവ് ചാർജാണ് നമ്മളിവിടെ വയ്ക്കുന്നതെങ്കിൽ അതിന്മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. അതേസമയം നമ്മൾ വയ്ക്കുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F equal to E into Q എന്ന് തന്നെയായിരിക്കും. ബട്ട് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിവിടെ നമ്മളൊരു നെഗറ്റീവ് ചാർജാണ് വയ്ക്കുന്നതെങ്കിൽ ആ നെഗറ്റീവ് ചാർജിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും, താഴെ നിന്ന് മുകളിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. ദ ഫോഴ്സ് ഓൺ എ ചാർജഡ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് F equal to E into Q. ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. നെഗറ്റീവ് ചാർജിലുള്ളത് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക്, ഒരു ചാർജഡ് പാർട്ടിക്കിള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡയറക്ഷന് പാരലലായിട്ട് ഫീൽഡിൽ എൻട്രി ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കണ്ടു, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജുള്ള പാർട്ടിക്കിൾ ഇരുന്ന് അതിന്മേൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? E into Q. ഇതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്. അപ്പം അങ്ങനെ ഒരു ഫോഴ്സ് ഈ പാർട്ടിക്കിളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ ഇതിനൊരു ആക്സിലറേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പം അങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനോടെ ഈ ഒബ്ജക്റ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ആ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? F equal to E into Q. So the acceleration produced is A equal to force by mass. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ ഫോഴ്സിന് പകരം നമുക്ക് F എന്ന് കൊടുത്താൽ, Fന് പകരം EQ എന്ന് കൊടുത്താൽ ആക്സിലറേഷൻ്റെ വാല്യൂ എന്താവും? EQ by M എന്നാണ്.
അങ്ങനെ EQ/m എന്നുള്ള കോൺസ്റ്റൻ്റ് ആക്സിലറേഷനോടെ ഈ ചാർജഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് പാരലായിട്ട് ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രിക് ഫീൽഡിൽ എൻ്റർ ചെയ്താൽ സംഭവിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. u വെലോസിറ്റിയോടെ a ആക്സിലറേഷനോടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ t സമയത്തിന് ശേഷമുള്ള വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എന്താ? v=u+at. ഇവിടെ നമുക്ക് എക്ക് പകരം EQ/m എന്ന് കൊടുത്താൽ the final velocity after a time t will be given by the equation v=u+eq/m into t. അതുപോലെ t സമയത്തിന് ശേഷം ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ s=ut+12at² എന്നുള്ള ഇക്വേഷനിൽ എക്ക് പകരം EQ/m കൊടുത്താൽ s=ut+12eq/m into t² ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് ഒരു ചാർജുള്ള പാർട്ടിക്കിൾ ഇതിൽ എൻ്റർ ചെയ്താൽ അതിന്മേലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ കിട്ടുന്നു. കോൺസ്റ്റൻ്റ് ആക്സിലറേഷനിൽ സ്ട്രെയിറ്റ് ലൈനിലത് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഫൈനൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ് v=u+eq/m into t. അതുപോലെ t സമയം കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷനാണ് s=ut+12eq/m into t. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും, അതിന്മേൽ ഫോഴ്സ് എങ്ങനെ അനുഭവപ്പെടും, അതിൻ്റെ എങ്ങനെ മൂവ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഇവിടെ നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് തന്നിരിക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും പ്ലേറ്റുകൾ, അവയ്ക്കിടയ്ക്കുള്ള സ്പേസിലൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കാണ്. ഈ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഇവിടെ ചാർജുള്ള പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനിൽ എൻ്റർ ചെയ്യുന്ന ഈ പാർട്ടിക്കിളിന് എക്സ് ഡയറക്ഷനിൽ ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. പക്ഷേ വൈ ഡയറക്ഷനിൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി എക്സ് ഡയറക്ഷനിൽ പിന്നീട് ഫോഴ്സ് ഒന്നും ഇതിൽ ആക്ട് ചെയ്യുന്നില്ല. പകരം വൈ ഡയറക്ഷനിലൊരു ഫോഴ്സ് ഉണ്ട്. അതിന് കാരണം എന്താണ്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിൽ ആണ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഈ പാർട്ടിക്കിളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഈ നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ്. ഇത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ട് പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ. അപ്പോൾ വൈ ഡയറക്ഷനിലൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഉണ്ട്. അതുമൂലം അതിന് വൈ ഡയറക്ഷനിലൊരു ആക്സിലറേഷൻ കിട്ടുന്നു. അപ്പോൾ വൈ ഡയറക്ഷനിൽ അത് യൂണിഫോം ആയിട്ടുള്ള ഒരു ആക്സിലറേഷനോടുകൂടി ട്രാവൽ ചെയ്യുന്നു. എക്സ് ഡയറക്ഷനിൽ കോൺസ്റ്റൻ്റായ ഒരു വെലോസിറ്റിയോടെ മൂവ് ചെയ്യുന്നു. ഈ രണ്ട് ഡയറക്ഷനിലുള്ള വെലോസിറ്റികളുടെ ഒരു കമ്പൈൻഡ് എഫക്റ്റായിട്ട് ഈ പാർട്ടിക്കിൾ ഒരു പരാബോളിക് പാത്ത് ട്രാവൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് വിചാരിക്കാം. ഇത് എക്സ് ഡയറക്ഷനിൽ ux വെലോസിറ്റിയോട് കൂടി എൻ്റർ ചെയ്യുന്നു. എക്സ് ഡയറക്ഷനിൽ ഇവിടെ വെലോസിറ്റി ഒന്നും ഇല്ല. അതുപോലെ ux എന്ത് ചെയ്യുന്നു? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഈ കോൺസ്റ്റൻ്റ് വെലോസിറ്റിയോടെ t സമയത്തേക്ക് എക്സ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷനാണ് x=ux into t. ഇവിടുന്ന് ഇവിടെ വരെ t സമയം കൊണ്ട് എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റാണ് x=ux into t. ഇനി വൈ ഡയറക്ഷനിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പക്ഷേ ഈ വൈ ഡയറക്ഷനിൽ നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഇതിന്മേൽ ആക്ട് ചെയ്യുന്നു. ഇതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്. അതുമൂലം ഈ ഒബ്ജക്റ്റിനൊരു ആക്സിലറേഷൻ കിട്ടുന്നു. ഈ ആക്സിലറേഷൻ്റെ വാല്യൂ A=force by mass. ഇവിടെ A=F/m
where F equal to E into Q. So A is equal to E into Q divided by M നമുക്ക് എഴുതാൻ സാധിക്കും. ഈ ഒരു ആക്സിലറേഷനോട് കൂടി ഇത് y ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് t സമയത്തിന് ശേഷം ഉള്ള അതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ v ഈക്വൽ ടു vy ഈക്വൽ ടു uy പ്ലസ് at എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടെടുത്താം. അവിടെ എക്ക് പകരം ഇ ക്യു ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വി വിൽ ഗെറ്റ് വി വൈ ഈക്വൽ ടു ഇ ക്യു ബൈ എം ഇൻറ്റു ടി ഇഫ് യു വൈ ഈക്വൽ ടു 0. അതുപോലെ ടി സമയത്തിന് ശേഷമുള്ളതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടാൻ എസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. യു വൈ 0 ആയതുകൊണ്ട് ആ ടേം ഇല്ലാണ്ടാവും. So the equation for displacement along the y direction is half a t square. അതിൽ എക്ക് പകരം ഇ ക്യു ബൈ എം കൊടുക്കുമ്പോൾ നമുക്ക് ഹാഫ് ഇ ക്യു ബൈ എം ഇൻറ്റു ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ. ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഈ എൻഡ് വരെ എത്താൻ എടുക്കുന്ന ടൈം ടി ആണെങ്കിൽ ആ ടൈമിന് നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് ടിക്ക് പകരം എക്സ് ബൈ യു എക്സ് എന്ന് കൊടുത്താൽ വൈ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ വൈ ഈക്വൽ ടു ഹാഫ് ഇ ക്യു ബൈ എം എക്സ് സ്ക്വയർ ബൈ യു എക്സ് സ്ക്വയർ എന്നാവും. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ വൈ ഡയറക്ഷൻ വൈ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ. സോ ഇറ്റ് റെപ്രസെൻറ്റ് എ പരാബോളിക് പാത്ത്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് മൂലം വൈ ഡയറക്ഷനിൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് അതിങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ. എക്സ് ഡയറക്ഷനിൽ ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് അത് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ മൂവ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈനിൽ പോകാത്തതിന് കാരണം വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റിയും വൈ ഡയറക്ഷനിൽ ഫോഴ്സ് മൂലം കിട്ടുന്ന വെലോസിറ്റിയും കമ്പൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ ഒരു പരാബോളിക് പാത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതാണ് ഒരു ചാർജുള്ള പാർട്ടിക്കിൾ യൂണിഫോം ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ സംഭവിക്കും.